പോവാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ റാഗൻസ്ബർഗിനടുത്തുള്ള സ്ട്രൗബിംഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്. ഇപ്പോൾ ഗ്രാമമല്ല, നല്ലൊരു പ്ലേസാണ്. സിറ്റി എല്ലാം തോന്നുന്നു എൻ്റെ അറിവ് വെച്ചിട്ട്. ചെറിയൊരു ഗ്രാമം, അവിടെ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അവിടെ ഒത്തിരി മലയാളീസും അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻസൊക്കെ വന്ന് പഠിക്കുന്ന ഒരു സ്ട്രൗബിങ്ങിലൊരു യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട് അവിടെ. അതിനടുത്താണ് ഈ ടിയർ ഗാർഡൻ മീൻസ് നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ സൂ ആണത്. അപ്പം ഞങ്ങൾ ഇന്നലെ അങ്ങോട്ടാണ് പോയത്. യാത്ര വളരെ എളുപ്പമായിരുന്നു. കുറച്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ പോകാൻ. 10-30 മിനിറ്റ് മതിയായിരുന്നു അങ്ങോട്ട് യാത്ര. സമ്മറിലാണ് കൂടുതലും അവിടെ ഓപ്പൺ ആയിരിക്കുക എന്നാണ് എൻ്റെ അറിവ്. കാരണം സമ്മറിലാണ് അവിടെ ഓപ്പൺ. നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴികൾ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളൊരു അരമണിക്കൂറുള്ളിൽ അവിടെ ടിയർ ഗാർഡനിലെത്തി, സ്ട്രോബിങ്ങിലുള്ള ടിയർ ഗാർഡനിൽ. അപ്പോൾ അതിലേക്കിടെ നമുക്ക് നടന്നു പോകാനൊരു വഴി ഉണ്ടായിരുന്നു. അതിലേക്കിടെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. അങ്ങോട്ട് കാറ് പാർക്കിംഗ് ഫ്രീ ആണ് അവിടെ. കാറ് കുറച്ച് ദൂരം മാറി ഇട്ടിട്ടതിന് ശേഷം നമ്മൾ നടന്നു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നടന്നു പോകുന്ന വഴികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കാറില്ലാത്തവർക്ക് ബസ്സിനാണെങ്കിലും വരാൻ കിട്ടും. ബസ്സും ഉണ്ട് അങ്ങോട്ട്. അതുപോലെ ബാൻഹോഫിൽ നിന്ന്, അതായത് സ്ട്രോബിംഗ് ബാൻഹോഫിൽ എത്തിയിട്ട് അവിടെ നിന്ന് ടിയർ ഗാർഡനിലേക്ക് ബസ് സൗകര്യമുണ്ട്. ബസ്സിലും ഒത്തിരി പേര് വരുന്നവരുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ കാണാനായിട്ട്. ഈസ്റ്റർ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ബവേരിയയിലുള്ള ഫാമിലീസിനൊക്കെ ഒരു ദിവസം പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഈ സമ്മർ സീസണിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു, കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. നമ്മുടെ 2 മക്കളാണെങ്കിലും വളരെ ഹാപ്പി ആയിരുന്നു പറഞ്ഞ ഒരു ട്രിപ്പ് കഴിഞ്ഞ ശേഷം. അവിടെ അട്രാക്റ്റീവായിട്ട് ഒത്തിരി കുട്ടികൾ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അവർക്ക് കാണാൻ നല്ല രീതിയിലുള്ള, അവർക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പക്ഷികളും ആമകളും. ആദ്യത്തെ സെക്ഷനിലോട്ട് ഞങ്ങൾ ചെന്നപ്പോൾ കുറേ ആമകളെയായിരുന്നു കണ്ടത്. ആമകളും പക്ഷികളും ഒക്കെ ആയിരുന്നു കണ്ടത്. അതിങ്ങനെ ചില്ലുകൂട്ടിലിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിള്ളേർക്ക് അടുത്ത് വന്ന് കാണാൻ, ചില്ലുകൂട്ടിലുള്ളിലായതുകൊണ്ട് പേടിയില്ലായിരുന്നു അവർക്ക് കാണാനായിട്ട്. പിന്നെ എന്തായിരുന്നു നമ്മൾ കണ്ടത്? കുറേ അക്വേറിയം ഉണ്ട് അവിടെ. മീനിൻ്റെ ചെറിയൊരു അക്വേറിയം തുടക്കത്തിൽ തന്നെ. പിന്നെ ഒത്തിരി തത്തകൾ, പക്ഷികൾ, ഇവിടെയൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരു കൂട്ടിലിട്ടിരിക്കുന്ന അങ്ങനെ ചെറിയൊരു കൂട്ടിനകത്ത് കുറേ എണ്ണത്തിനല്ല, നമുക്കൊരു ഫ്രീ സ്പേസിൽ അവർ ഗ്ലാസ് വെച്ച് മിറർ വെച്ച് നമുക്ക് തൊട്ടടുത്ത് കാണാവുന്ന രീതിയിലുള്ള വളരെ സേഫായിട്ട് പ്രകൃതി ഇവിടെ ചേർന്ന് തന്നെ നമുക്ക് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. വളരെ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. ഇതെന്തായിരുന്നു നമ്മൾ കണ്ടത്? കുറേ എലികൾ, അതുപോലെ തന്നെ കുറേ എലികളെയൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എലികളൊക്കെ ഉണ്ടായിരുന്നു. എലികളൊക്കെ പിടിച്ചിട്ടൊക്കെ മനസ്സിലാകത്ത്. പലതരത്തിലുള്ള എലികളാണ് അതിനകത്ത്. അവരുടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഞങ്ങളിങ്ങനെ ഓടുമായിരുന്നു. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് പുറപ്പെട്ടത് തന്നെ. അതുകൊണ്ട് എത്ര മണി വരെയായിരുന്നു വൈകിട്ട് സമ്മർ സമയത്ത് 6 മണി വരെയാണ്. അതിൻ്റെ മോർ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ടൈം, ഓപ്പണിംഗ് ടൈമും അതുപോലെ തന്നെ ലൊക്കേഷനും. അതുപോലെ നല്ല കാഴ്ചകളായിരുന്നു കാണാനായിട്ട്. ജോജുവൊക്കെ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇഷ്ടമായി അവർക്ക് 2 പേർക്കും. മർത്തയ്ക്കാണെങ്കിലും ജോജൂസിനാണെങ്കിലും വളരെ നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമായത് കരടിയായിരുന്നു തോന്നുന്നു അല്ലേ? ഭയങ്കര വലിയ കരടി. ഇതെന്തായിരുന്നു ശരിക്കും? കാട്ടുപോത്തായിരുന്നു. കാട്ടുപോത്ത് അത്യാവശ്യം കുറേ അധികം ഉണ്ട്. 2-3 ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? 2-3 ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല വെതറായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അവിടെ നല്ലൊരു തണുത്ത, നമുക്കങ്ങനെ ഭയങ്കര വെയിലൊന്നും ഫീൽ ചെയ്യില്ല. ഒത്തിരി മരങ്ങളും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് നമുക്കങ്ങനെ ചൂട് അല്ലെങ്കിൽ അങ്ങനത്തെ വെതർ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടും. കാലാവസ്ഥ നല്ല സൂപ്പറായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം അധികം ടയേർഡായില്ല. കാലാവസ്ഥ അധികം ചൂടില്ലാത്തതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. പിന്നെ കുറേ നമ്മൾ മൃഗങ്ങളെ കണ്ടു. പിന്നെ ഒരു ചെറിയൊരു അവിടെ കുട്ടികൾ കളിക്കാനുള്ള ഒരു കളിസ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇവർക്കാണെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ ഭയങ്കര ബോറടിക്കില്ല. കാരണം നമ്മൾ കുറേ മൃഗങ്ങളെ കണ്ടതിന് ശേഷം വീണ്ടും ഒരു ചെറിയൊരു കളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള കസാരയും ഫാമിലീസും നമുക്ക് നടന്നു പോകണം. അപ്പോൾ അവർക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കുറച്ച് നടന്ന് പിന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും അവിടെ കളിക്കുന്ന സ്ഥലങ്ങളായി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ 2 പേരും ഞങ്ങളവിടെ ഇരുന്ന് കുട്ടികളെ കളിക്കാൻ ഒക്കെ ആയിട്ട് അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒത്തിരി കുട്ടികളുള്ളതുകൊണ്ട് അവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ കാഴ്ചകൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ട് ഫുൾ മരങ്ങൾ അവരെ നട്ടുപിടിപ്പിച്ചേക്കുമായിരുന്നു. ഫുള്ള് ചുറ്റും, അതിനോട് ചുറ്റും ഫുൾ മരം.
ചുറ്റും മരങ്ങളുള്ളത് കൊണ്ട് വളരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് ഒട്ടകത്തിൻ്റെ ഒരു ഫാമാണ്. പിന്നെ അവിടെ നടന്ന് കുറേ നടക്കാൻ നമുക്കിപ്പോൾ ഇവരൊക്കെ ഇൻ്റർവാലിന്ന് മടുത്തിട്ട് വീണ്ടും നടക്കാൻ കൈപിടിച്ച് നടക്കണമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും മറത്തേയും ജോജും കൂടി കൈപിടിച്ച് നടക്കലായി. അങ്ങനെ നടക്കാനുണ്ട്, ഒത്തിരി നടക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ പിടിക്കണം. അവിടെ ഒരു കഫേ ഉണ്ട്, പക്ഷെ അത് ഇച്ചിരി കുറച്ച് വെള്ളത്തിനൊക്കെ ഭയങ്കര പൈസയാണ്. നമ്മളൊരു ഫുഡൊക്കെ കൈ പിടിക്കുകയാണെങ്കിൽ ഫുഡ് നമുക്ക് പുറത്തിരുന്ന് കഴിക്കാൻ പറ്റും. ഫുഡൊക്കെ അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞ് കഴിച്ചിട്ടൊക്കെ കയറുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ കടുവേനെ കണ്ടു. കടുവയൊക്കെ ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് സമയമായിട്ട് ചെന്നതുകൊണ്ട് അവരൊക്കെ ഫുഡ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു തോന്നേ. അങ്ങനെ പിന്നെ അവിടെ ഒരു അട്രാക്ഷൻ തോന്നിയത് ഈ മരത്തിൻ്റെ മുകളിൽ ഒത്തിരി കിളിക്കൂടുകളുണ്ട്. അതൊരു പുതിയൊരു കാഴ്ചയാണ് ശരിക്കും. ഒത്തിരി വലിയ വലിയ മരങ്ങളാണ്. മരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഒത്തിരി ഒരുപാട് പക്ഷികളൊന്നും കാണാൻ വ്യത്യസ്ത പക്ഷികളാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കക്കൂടുകൾ പോലെ കിളികൾ ഉണ്ടാക്കിയ ഈ കിളിക്കൂടുകൾ കാണാം. പിന്നെ ഈ കാണുന്ന പോലെ നല്ല ശുദ്ധമായ വെള്ളത്തിലാണ് ഈ അരയന്നങ്ങളൊക്കെ ഇങ്ങനെ വലിയ ശുദ്ധമായ വെള്ളമൊന്നും അല്ലായിരുന്നു, നിറയെ പായൽ പിടിച്ച വെള്ളമായിരുന്നു. പായല് അതിൻ്റെ വെള്ളത്തിൻ്റെ പായലാണ്. അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും നമ്മുടെ നാട്ടിലെ ചെടികളും വെള്ളത്തിൽ പോലെയല്ല. നല്ല ക്ലിയർ വാട്ടറാണ് ശരിക്കും. അവിടെ വെള്ളത്തിൻ്റെ ചെടികളും തോട്ടത്ത് നിൽക്കുന്ന അടുത്തുള്ള പായലൊക്കെയാണ് മഞ്ജുഷ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ഫിഷും ഉണ്ടെന്ന് തോന്നുന്നു. ഈ അരയണം ഗോൾഡൻ ഫിഷൊക്കെ പോലെ നല്ല ഫിഷുകളുണ്ട്. മെയിനായിട്ട് കുറേ പക്ഷി ഇനത്തിൽപ്പെട്ട മൃഗങ്ങളും പക്ഷി ഇനത്തിൽപ്പെട്ടതായിരുന്നു കൂടുതലല്ലേ അവിടെ. പക്ഷികൾ മാത്രമല്ല മൃഗങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല. എന്നാലും മോസ്റ്റ് ഓഫ് ദം പക്ഷികളായിരുന്നു കൂടുതൽ. ഈ കാണുന്ന സ്ഥലമാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ കുട്ടികളുടെ ഒരു പാർക്ക്. കുട്ടികളുടെ പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ സൂവിനകത്ത് തന്നെ ഒരു മെയിൻ ഒരു കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയ. അത് വളരെ അട്രാക്റ്റീവാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അതുവരെ നടന്ന് ക്ഷീണിച്ചവരൊക്കെ ഉഷാറായിട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. കുട്ടികൾ ഫുള്ള് അവർ ഹാപ്പി ആയിരിക്കും. ഒത്തിരി കുട്ടികളുണ്ടാകും. നല്ല ഫ്രീ എയർ സ്പേസാണ്, വളരെ സേഫാണ്. കുട്ടികൾക്ക് ഏത് പ്രായക്കാർക്കും, അതായത് ചെറിയ ബേബീസ് മുതൽ ഒരു ടീനേജ് പ്രായം വരെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർക്കാണ് അവിടെ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ മറ്റേ ഫിറ്റ്നസ്സിന് കുറച്ച് വലിയവർക്ക് കളിക്കാൻ പറ്റിയൊരു ഫിറ്റ്നസിൻ്റെ കുറച്ച് സംഭവം ഫിറ്റ്നസ്സിന് പറ്റുന്ന എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ചില എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. നല്ല അവിടെ ഇരിക്കാനുള്ള പാരൻസിനൊക്കെ ഇരിക്കാനുള്ള സേഫായിട്ട് അവർ കാണാവുന്ന രീതിയിൽ തന്നെ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. മർത്ത വളരെ എനർജി ഏരിയ അവിടുത്തെ. ഇപ്പോൾ അതുവരെ ഉറക്കം വന്ന് ഇങ്ങനെ ക്ഷീണിച്ച് നടന്ന് തളർന്നിരിക്കുന്ന മർത്തയൊക്കെ വളരെ ആക്റ്റീവായി. പിന്നെ അവിടെ ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മിങ്കിൾ ചെയ്യാനും അവർക്ക് അവരുടെ അതേ പ്രായത്തിലുള്ള ആൾക്കാരെ കണ്ട് ഹാപ്പി ആയിട്ട് കൂടാനും പറ്റും. ഇതാണ് പാരൻസിനൊക്കെ പറ്റുന്നൊരു ഫിറ്റ്നസ് ഏരിയ എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഈ വെള്ളം പുഴയിൽ നിന്ന് വരുന്ന അവിടെ തടാകങ്ങൾ പോലെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് ഒറിജിനൽ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? അത് ഒറിജിനലാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ അരുവി പോലെ മർത്തേക്ക് ദേ കിടന്ന് ഊഞ്ഞാലാടുകയാണ്. നല്ല രസമുള്ള ഒരു ഏരിയ ആണ് ശരിക്കും. ഇത് നമുക്ക് സമയം പോണതറിയില്ല. ഇവരൊക്കെ അവസാനം വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവരുമായിരുന്നു. കാരണം അവിടെ നിന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നു. ഇവിടെ കുറച്ച് കൊക്കുകൾ, ഓറഞ്ചും കളറുള്ള നല്ല കൊക്കുകളൊക്കെ. അപ്പോൾ ബയേണിലുള്ള ഫാമിലീസിനൊക്കെ പോയി കാണട്ടെ. ചിലപ്പോൾ ഒത്തിരി പേര് കണ്ടുള്ള സ്ഥലമായിരിക്കും. പക്ഷേ വീണ്ടും നമുക്ക് പോകാൻ തോന്നും. കുട്ടികൾക്ക് വീണ്ടും ഞാൻ കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ജോർജിനോട് ചോദിച്ചു, നമുക്ക് വീണ്ടും ജോർജിനോടൊക്കെ ചോദിച്ചു വീണ്ടും നമുക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ നെക്സ്റ്റ് മാൾ നമുക്ക് പോകണം എന്ന രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.